നമസ്കാരം. എയ്സിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 31/2021 ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹരിതഗ്രഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതേത് എന്നുള്ളത്. ശ്രദ്ധിക്കണേ, ഹരിതഗ്രഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതേത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഹരിതഗ്രഹവാതകങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ മീഥെയ്ന്, നൈട്രജന്, ഓസോൺ. ഇതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ പെടാത്തവൻ എന്ന് പറയുന്നത് നൈട്രജനാണ്. ശ്രദ്ധിക്കണേ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉൾപ്പെടാത്തത് നൈട്രജനാണ്. ബാക്കി മൂന്നെണ്ണവും കാർബൺ ഡൈ ഓക്സൈഡും മീഥെയ്നും ഓസോണും ഹരിതഗ്രഹവാതകങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഹരിതഗ്രഹവാതകങ്ങളിൽ പെടുന്ന ആളുകളാണ് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് CO2, അതേപോലെ മീഥെയിൻ്റെ രാസസൂത്രമാണ് CH4 എന്ന് പറയുന്നത്. ഓക്കെ, CH4. അതേപോലെ നൈട്രസ് ഓക്സൈഡ് N2O, ചിരിപ്പിക്കുന്ന വാതകം എന്നൊക്കെ അറിയപ്പെടുന്ന വസ്തു, ലാഫിംഗ് ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്ന വസ്തുവാണ് നൈട്രസ് ഓക്സൈഡ്. അതേപോലെ ജലബാഷ്പം, നീരാവി എന്നൊക്കെ കാണാം. ഓക്കെ, ജലവും അല്ലെങ്കിൽ ജലബാഷ്പവും നീരാവിയൊക്കെ നോർമലി നമ്മൾ ഹരിതഗ്രഹവാതകങ്ങളായി പറയുന്ന കാര്യങ്ങളിലുള്ളതാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ന്, നൈട്രസ് ഓക്സൈഡ്, നീരാവിയൊക്കെ, അന്തരീക്ഷത്തിലെ ജലബാഷ്പമൊക്കെ ഹരിതഗ്രഹവാതകമാണ്. അതേപോലെ ഓസോൺ, O3 ഒക്കെ അതിൽ പെടുന്നതാണ്. എന്നാൽ നൈട്രജൻ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല, ഹരിതഗ്രഹ വാതകമല്ല. അപ്പൊ ആരൊക്കെയാണ് ഹരിതഗ്രഹവാതകങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ന് കണക്ട് ചെയ്താൽ അല്ലാത്ത ആളുകളെ കിട്ടും. അതിലൊന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ മീഥെയ്ൻ CH4, നൈട്രസ് ഓക്സൈഡ് N2O, ദെൻ ജലബാഷ്പമെന്നോ നീരാവി എന്നോ ഒക്കെ കാണാം, മാറിപ്പോകരുത്. അതേപോലെ ഓസോണൊക്കെ ഹരിതഗ്രഹവാതകങ്ങളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന ആറ്റത്തിലെ കണിക. ശ്രദ്ധിക്കുക, ആറ്റത്തിനകത്ത് പ്രധാനപ്പെട്ട 3 കണികകളാണ്, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാഥമികമായ കണികകളാണ് ഈ 3 പ്രൈമറി പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിലെ പ്രാഥമിക കണികകൾ എന്നറിയപ്പെടുന്ന ആളുകളാണ് 3 ആളുകൾ. ഇതില് ന്യൂട്രോണും പ്രോട്ടോണും ഇരിക്കുന്നത് ന്യൂക്ലിയസിനകത്താണ്. ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ന്യൂക്ലിയസിനകത്താണ്. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ എന്നാണ് അവരെ ചേർത്ത് വിളിക്കുക. എന്നാൽ ന്യൂക്ലിയസിന് വെളിയിലാണ് ഇലക്ട്രോണുകൾ ഉള്ളത്. ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത് ഷെല്ലുകളിലാണ്. അത് ന്യൂക്ലിയസിനെ വലയം ചെയ്യുന്ന സഞ്ചാരപാതകളാണ്. സോ ന്യൂക്ലിയസിന് ചുറ്റിക്കറങ്ങുന്ന ആറ്റത്തിലെ കണിക എന്നറിയപ്പെടുന്നത് ഇലക്ട്രോൺ ആണ്. ഓക്കെ, പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമല്ല, ഇലക്ട്രോൺ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇരുമ്പിന്റെ ധാതുവാണ്. 4 ഓപ്ഷൻ ഉണ്ട്. ഇൽമനൈറ്റ്, മാലക്കൈറ്റ്, ഹെമറ്റൈറ്റ്, ഐവറി. ഓക്കെ, ഇതില് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിന്റെ അയിരാണ്, ടൈറ്റാനിയം. ഓക്കെ, മാലക്കൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിന്റെ അയിരുകളാണ്. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, അയണിന്റെ അയിരാണ്, ഇരുമ്പിന്റെ അയിരാണ്. Fe2O3 എന്നാണ് ഹെമറ്റൈറ്റിനെ വിളിക്കാൻ രാസസൂത്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഉത്തരം ഹെമറ്റൈറ്റ് ആണ് ഉത്തരം. ഓക്കെ, ഇരുമ്പിന്റെ മറ്റ് അയിരുകളാണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റ്സ് ഒക്കെ ഇരുമ്പിന്റെ അയിരുകളിൽ പെടുന്ന ആളുകളാണ്. മാറിപ്പോകരുത്. ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിന്റെ അയിരാണ്, മാലക്കൈറ്റ് കോപ്പറിന്റെ അയിരാണ്, ഹെമറ്റൈറ്റ് ഒക്കെ അയണിന്റെ അയിരാണ്. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിഡറൈറ്റും അതേപോലെ അയൺ പൈറൈറ്റ് ഒക്കെ എന്തിന്റെ അയിരാണ്? ഇരുമ്പിന്റെ അയിരാണെന്ന് കണക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ശ്രദ്ധിക്കുക, കോൾ ഗ്യാസ് എന്നറിയപ്പെടുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മീഥെയ്നും ചേർന്ന ഗ്യാസാണ്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, അതേപോലെ മീഥെയ്ൻ അടങ്ങിയിരിക്കുന്ന ഗ്യാസിനെയാണ് എന്ത് വിളിക്കുക? കോൾ ഗ്യാസ് എന്ന് വിളിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വസ്തു ഹൈഡ്രജൻ ആണ്. സോ ഉത്തരം ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡിന്റെ കൂടെ ഹൈഡ്രജനും മീഥെയ്നും ചേർന്ന ഗ്യാസ് ആണ് എന്ത്? കോൾ ഗ്യാസ് എന്നറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും അടങ്ങിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്ന ആളാണ് അത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. ഓക്കെ, മീഥെയ്ന് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബയോഗ്യാസിലാണ്. ഓക്കെ, ബയോഗ്യാസ് അല്ലെങ്കിൽ ഗോബർ ഗ്യാസ് എന്നൊക്കെ കാണാം അടങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മീഥെയ്ൻ ആണ്. എന്നാൽ ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്നത്, കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജൻ ആണ്. മാറിപ്പോകരുത്.
ഓക്കെ. ദെൻ വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പാണ് ചോദ്യം. ബാത്തിങ് സോപ്പ് ചോദിക്കാറുണ്ട്, വാഷിംഗ് സോപ്പ് ചോദിക്കാറുണ്ട്. ഇതിൽ വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, NaOH. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന ആൽക്കലി എന്നോ രാസവസ്തു എന്നോ സംയുക്തമെന്നൊക്കെ ചോദിക്കാം. അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ആ സമയത്ത് ബാത്തിങ് സോപ്പ് എന്നോ ടോയ്ലറ്റ് സോപ്പ് എന്നോ ആണ് ചോദ്യമെങ്കിൽ, ബാത്തിങ് അല്ലെങ്കിൽ ടോയ്ലറ്റ് സോപ്പ് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്, KOH. ഓക്കെ. ബാത്തിങ് സോപ്പിൽ ഉപയോഗിക്കുന്ന രാസസംയുക്തം ഏത്, അല്ലെങ്കിൽ ബാത്തിങ് സോപ്പിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യ സംയുക്തം ഏത്, അല്ലെങ്കിൽ ബാത്തിങ് സോപ്പിൽ ഉപയോഗിക്കുന്ന ആൽക്കലി ഏത്, ബേസ് ഏത് എന്നൊക്കെ ചോദിച്ചാൽ കൊടുക്കാം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പ് എന്നാണെങ്കിൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 16ാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത് എന്നുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ക്ലോറിൻ, ഓക്സിജൻ, ഫ്ലോറിൻ, സൾഫർ. ഇതിൽ ക്ലോറിൻ എന്ന് പറയുന്നത് 17ാം ഗ്രൂപ്പിലെ മൂലകമാണ്. ഫ്ലോറിനും 17ാം ഗ്രൂപ്പിലെ മൂലകമാണ്. ഓക്സിജൻ 16 ഓക്സിജൻ കഴിഞ്ഞു വരുന്ന മൂലകമാണ് അവിടെ സൾഫർ എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ 16ാം ഗ്രൂപ്പിൽ 4-5 മൂലകങ്ങൾ, 6 മൂലകങ്ങളോളുണ്ട്. ഓക്സിജൻ ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. ഇത്ര ആളുകളാണ് ഓക്സിജൻ ഫാമിലിയിലുള്ളത്. മാറിപ്പോകരുത്. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. ഇതിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകമാണ് ഏത്? ഓക്സിജൻ എന്ന് പറയുന്നത്. 16ാം ഗ്രൂപ്പിൽ ഹയസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. മാറിപ്പോകരുത്. ഓക്സിജൻ കുടുംബത്തിൽ ഓക്സിജനും സൾഫറും സെലീനിയം ഒക്കെ അലോഹങ്ങളാണ്. ടെലൂറിയം, പൊളോണിയം ഒക്കെ ഉപലോഹ വിഭാഗങ്ങളിൽ പെടുന്ന ആളാണ്. ലിവർമോറിയം ലോഹ സ്വഭാവം കാണിക്കുന്ന പദാർത്ഥ അല്ലെങ്കിൽ മൂലകമാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 16ാം ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം അത് ഓക്സിജൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2021. ശ്രദ്ധിക്കുക. ചോദ്യം, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണിക ഏത്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണികയാണ് ഏത്? ഇലക്ട്രോണുകൾ എന്നറിയപ്പെടുന്നത്. നെഗറ്റീവ് ചാർജുള്ള കണികയാണ് ഇലക്ട്രോൺ എന്നറിയപ്പെടുന്നത്. എന്നാൽ പോസിറ്റീവ് ചാർജുള്ള കണികയാണ് പ്രോട്ടോൺ. ചാർജ് ഇല്ലാത്ത, ആറ്റത്തിനകത്ത് ചാർജ് ഇല്ലാത്ത കണിക അറിയപ്പെടുന്ന പേരാണ് ന്യൂട്രോൺ. മാറിപ്പോകരുത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോൺ ആണ്, പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോണുകളുമാണ്. ചാർജ് ഇല്ലാത്ത കണികയാണ് ഏത്? ന്യൂട്രോണുകൾ. ദെൻ തോറിയത്തിന്റെ അയിര് ഏതാണെന്നുള്ളത് ശ്രദ്ധിക്കുക. 4 ഓപ്ഷൻ ഉണ്ട്. മോണസൈറ്റ്, ഗലേന, പിച്ച് ബ്ലെൻഡും ബോക്സൈറ്റ്. ഇതിൽ ഉത്തരം മോണോസൈറ്റ് ആണ്. തോറിയത്തിന്റെ അയിരാണ് ഏത്? മോണോസൈറ്റ്. അല്ലേ? നമ്മൾ വാ തുറക്കുമ്പോൾ മോണ കാണുന്നൊരു കണക്ഷൻ കൊടുത്താൽ മതി, അവിടെ കിട്ടും. തോറിയത്തിന്റെ അയിരിന്റെ പേരാണ് മോണസൈറ്റ്. ഗലേന എന്ന് പറയുന്നത് ലെഡിന്റെ അയിരാണ്. ലെഡിന്റെ അയിരാണ് ഗലേന എന്ന് പറയുന്നത്. പിച്ച് ബ്ലെൻഡ് യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. ഗലേന ലെഡിന്റെ അയിരാണ്. പിച്ച് ബ്ലെൻഡ് യുറേനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അയിരാണ്. നെക്സ്റ്റ്, മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ആ കറക്റ്റ് ഓർഡറിലാണ്. ഹൈഡ്രജന്റെ 1ാമത്തെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. 2ാമനാണ് ഡ്യൂട്ടീരിയം ഇവിടെ. 3ാമനാണ് ട്രിഷ്യം. 1ാമൻ, 2ാമൻ, 3ാമൻ. ആ കറക്റ്റ് ഓർഡറിലാണ് എന്ത് വരുന്നത്? അതിൻ്റെ മാസ് നമ്പേഴ്സ് വരുന്നത് 1, 2, 3. മാറിപ്പോക്കരുത്. അപ്പോൾ മാസ് നമ്പർ 1 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ചോദിച്ചാൽ പ്രോട്ടിയം, 2 ചോദിച്ചാൽ ഡ്യൂട്ടീരിയം, 3 ചോദിച്ചാൽ ട്രിഷ്യം. ചോദ്യം 2 എന്നാണെങ്കിൽ ഉത്തരം ഡ്യൂട്ടീരിയമാണ്. മാറിപ്പോകരുത്. ഓക്കെ. അപ്പോൾ അതിന്റെ മാസ് നമ്പർ അതിന്റെ കറക്റ്റ് ഓർഡറിലാണ്. 1ാമത്തെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം, 2ാമൻ ഡ്യൂട്ടീരിയം, 3ാമൻ ട്രിഷ്യം. ആ ഓർഡറിലാണ് മാസ് നമ്പേഴ്സ് വരുന്നത്. കണക്ട് ചെയ്ത് വെക്കുക. 1, 2, 3. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. 1, 2, 3. ദെൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം അത് ഓക്സിജൻ ആണ്. ഉത്തരം ഓക്സിജൻ ആണ്. ശ്രദ്ധിക്കുക, അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. 78% അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ്. എന്നാൽ 2ാമൻ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. 21% ഓക്സിജന്റെ അളവ്. 3ാമൻ എന്ന് പറയുന്നത് ആർഗൺ ആണ്. ആർഗൺ
0.93% ആണ് അന്തരീക്ഷത്തിലെ ആർഗണിന്റെ അളവ് എന്ന് പറയുന്നത്. നാലാമനാണ് കാർബൺ ഡൈ ഓക്സൈഡും മറ്റുള്ള വാതകങ്ങളൊക്കെ 0.003% ആണ് കാണപ്പെടുന്നത്. ഏറ്റവും അധികമുള്ളത് ഒന്നാമൻ നൈട്രജൻ, രണ്ടാമൻ ഓക്സിജൻ, മൂന്നാമൻ ആർഗൺ, നാലാമൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ് എന്നാ പറയാ. 1, 2, 3, 4 മാറിപ്പോകരുത്. എന്നാൽ അവിടെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ആർഗൺ പോകണം. ആർഗൺ അലസവാതകമാണ്. ബാക്കിയുള്ളതൊക്കെ തൊട്ടു മുമ്പിലുള്ള രണ്ടാളുകളും അലസവാതകങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ദെൻ അടുത്തത്, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏത്? ശ്രദ്ധിക്കണേ, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. സോപ്പിന്റെ ആ നിർമ്മാണത്തെ വിളിക്കുന്ന പേരാണ് സഫോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, സഫോണിഫിക്കേഷൻ മാറിപ്പോകരുത്. സോപ്പിന്റെ നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് സഫോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന ലവണമാണ് സോപ്പ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, സോപ്പിന്റെ നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് സഫോണിഫിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32ഉം 31ഉമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കണക്റ്റിംഗ് ഫാക്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനിയും വരും. ഓക്കെ, താങ്ക് യു.